ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ നിന്നും കരിമണൽ എടുത്ത് CMRL നൽകുന്നുവെന്ന ആരോപണത്തിൽ നവകേരള സദസ്സിൽ വെച്ച് മറുപടി നൽകിയതോടെ അത് ചീറ്റിപ്പോയ പടക്കമായിരുന്നു. തോട്ടപ്പള്ളിയിൽ നടക്കുന്ന മണലിൽ 50% IREയും 50% KMML കൈകാര്യം ചെയ്യുന്നു. ഇതിൽ നിന്ന് ശരാശരി 15% ഇൽമിനേറ്റ് ആണ് കിട്ടുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ലഭിക്കുന്ന മണലിൽ നിന്നും IRE വേർതിരിച്ചെടുക്കുന്ന ഇൽമിനേറ്റ് പൂർണ്ണമായും KMML മാത്രമേ കൊടുക്കാവൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന MOU പൊതുയോഗത്തിൽ പരാമർശിച്ചിരുന്നു. അതിൻ്റെ കോപ്പിയൊക്കെ വെച്ച് പി രാജീവ് പറയുന്നുണ്ട്. ശരിയാണ്, MOU ഉണ്ട് സാർ, ഇതൊക്കെ പേപ്പറിലുണ്ട്, ഇതൊക്കെ പേപ്പറിലേ ഉള്ളൂ. 2.3 ലക്ഷം ക്യൂബിക് മീറ്റർ എടുക്കാനുള്ള അനുവാദത്തിൽ 54 ലക്ഷം ടൺ വലിയ ഡ്രഡ്ജർ ഇറക്കി മാന്തിപ്പറിച്ച് കൊണ്ടുപോകുന്നു. അത് പോകുന്നത് KMMLലേക്കാണ്. KMMLന്റെ ലാഭവിഹിതം എന്താണ്, നഷ്ടത്തിന്റെ പടുകുഴിയിൽ നിന്നും കൊടിയ ലാഭത്തിന്റെ റോക്കറ്റ് പോലെ ഉയർന്നു എന്നൊക്കെ നാട്ടുകാർ പറയുകയാണ്. പി രാജീവിന്റെ MOUയും പി രാജീവിന്റെ പേപ്പറൊക്കെ എവിടെ കിടക്കുമ്പോഴും ശ്രീ CR നീലകണ്ഠൻ. അല്ല, അതില് വളരെ വളരെ വിചിത്രമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സുരേഷ് പറഞ്ഞത് എനിക്ക് വളരെ തമാശ തോന്നി. 2019-ലോ 20-ലോ ആണ് PT തോമസ് എക്സാലോജിക്കിന് കമ്മീഷൻ കിട്ടുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കമ്മീഷൻ കിട്ടുന്നുവെന്ന് വീഡിയോ ഇറക്കിയത്. ഞാനും ഹാഷ്മിയൊക്കെ കണ്ടതാണ്. അന്നും ഇത് ചർച്ചയിലുണ്ട്. പക്ഷെ അന്ന് മാധ്യമങ്ങളും പൊതുസമൂഹവും പ്രതിപക്ഷവും അത് ഏറ്റെടുത്തില്ല എന്നുള്ളതാണ്. അല്ലാതെ സുരേഷ് പറയുന്നത് പോലെ ഇവിടത്തെ ഗവൺമെന്റിന്റെ കള്ളത്തരം തുറന്നു കാട്ടാൻ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, എനിക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ കർത്തായെ അറിയാം. കർത്തായുടെ ഇടപാടുകൾക്കെതിരെ അതിശക്തമായി സമരം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ BJP അങ്ങനെ കർത്തായ്ക്കെതിരായി നിൽക്കുന്ന ആളുകളല്ല എന്ന് ഞാൻ പറയാം. മറ്റു കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞോട്ടെ സാറേ, ഇവിടെ അന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമാണ്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ ഈ പറയുന്ന ഈ രേഖകളും ഡേറ്റകളും ഗുരുതര വിവരങ്ങളും ഒക്കെ അന്നേ അറിയാം. ഇപ്പൊ നമ്മൾ പറയുന്ന ഇപ്പൊ രാഷ്ട്രീയ പ്രേരിതമായ ഇലക്ഷൻ സമയത്ത് പുറത്തേക്ക് വരുന്നുള്ളതാണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ കൂടി ആ സമയത്ത് പുറത്തേക്ക് വരേണ്ടതാണ്. ഒന്നും പുറത്തു വന്നില്ല കേട്ടോ, അപ്പോഴൊന്നും ഒന്നും വന്നിട്ടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അന്ന് PT തോമസ് എന്ന ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത്, ഒരു പത്രസമ്മേളനം നടത്തിയത്. ഷാസ്മിക്ക് ഓർമ്മയുണ്ടാവും. ആരും അത് ഏറ്റെടുത്തില്ല. അന്ന് ആരും, ഒരു BJP ഏറ്റെടുത്തില്ല, ഈവൻ കോൺഗ്രസും ഏറ്റെടുത്തില്ല. കാരണം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഈ കർത്ത എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കമ്പനിക്ക് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും എല്ലാം അവരെല്ലാം ഇദ്ദേഹത്തിന് ദാസന്മാരാണ്. അർത്ഥത്തിൽ തന്നെ എനിക്കെതിരെ കേസെടുത്തോട്ടെ, കുഴപ്പമില്ല, സാറെന്നാണ് കർത്താവിനെ വിളിക്കുക. ഞാനിപ്പോ കാശ്മീർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഇവിടെ നിയമലംഘനം നടത്തിയാണ് അവിടെ ഖനനം നടത്തുന്നതെന്ന് നാട്ടുകാർ കഴിഞ്ഞ 4 വർഷമായി, ഈ മാർച്ച് 5-ന് 4 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുക, സമരം ചെയ്തുകൊണ്ടിരിക്കുക. ഞാനടക്കമുള്ള ആളുകൾ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. അത് ഒരു കുട്ടനാട്ടിലെ ഫ്ലഡും അല്ല, അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. മാത്രമല്ല, ഒരു കാരണവശാലും ഡ്രഡ്ജർ ഉപയോഗിക്കാൻ പാടില്ല. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ? അക്സർ പറയട്ടെ, സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ, ഈ സമരസമിതിയുടെ കേസ് വന്നപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങൾ ഡ്രഡ്ജർ ഉപയോഗിക്കുന്നില്ല എന്നാണ്. ഒന്നാമത്തെ കാര്യം, ഡ്രഡ്ജർ ഉപയോഗിക്കുന്നില്ല എന്ന് ഇവർ എന്തിനാ പറഞ്ഞേ? ഡ്രഡ്ജർ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നതെന്ന് വിഷ്വൽ ഉണ്ടല്ലോ, പല ചാനലുകളും വിഷ്വൽ എടുത്തിട്ടുള്ളൂ, നിങ്ങളുടെ ഉണ്ടല്ലോ വിഷ്വല്. എന്നിട്ട് കള്ളം ശുദ്ധ നുണ പറഞ്ഞു. ഇനി രാജീവ് പറയുന്ന പോലെ ഈ പറയുന്ന കരിമണൽ എടുത്തത് മുഴുവൻ IREയും KMMLും വീതിച്ചെടുത്തു, CMRL കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ 2 ചോദ്യം മുമ്പ് ഞാൻ ആവർത്തിച്ച ചോദ്യമാണ്. തോട്ടപ്പള്ളിയിൽ നിന്നെടുത്ത കരിമണൽ എത്ര KMMLക്ക് വന്നു, എത്ര KMML ഉൽപാദനം നടത്തി, IRE വഴിയായാലും ഇൽമനേറ്റ് വഴിയായാലും, അതിൽ എത്ര CMRLന് കൊടുത്തു, CMRLന് കരിമണൽ കൊടുത്തിട്ടുണ്ട് എന്നത്, അല്ല ഇൽമനേറ്റ് റൂട്ടയിൽ കൊടുത്തിട്ടുണ്ട് എന്നത് സമ്മതിച്ചിട്ടുണ്ട്. KMML CMRLന്, അതുപോലെ CMRL തിരിച്ചു പല ചതികളും ഉണ്ട് അതിനകത്ത്. CMRL KMML റൂട്ടയിൽ നൽകുന്നു. KMML വലിയ തോതിൽ ഇവിടുന്ന് ഖനനം നടത്തുന്നു. KMML വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്താണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറയുന്ന CMRL അത് ഇവർക്ക് റൂട്ടയിൽ കൊടുക്കുന്നു. റൂട്ടയിൽ വാങ്ങിയിട്ടുണ്ട് KMML, അത് അസംബ്ലിയിൽ കണക്ക് വന്നിട്ടുണ്ട്. അപ്പൊ പ്രശ്നം എന്താ? കരിമണൽ എവിടെ പോയി എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോരാ, MOU പോരാ. തോട്ടപ്പള്ളിയിൽ നിന്ന് ഹൈവേയിലേക്ക് കയറുന്ന ഈ ലോറികൾ പലപ്പോഴും തെക്കോട്ട് പോകുന്നതിന് പകരം വടക്കോട്ട് പോകുന്നുവെന്ന് വീഡിയോ അടക്കം പരാതി വെച്ച ആളുകളുണ്ട്. KMMLൽ നിന്ന് മണൽ പിരിച്ച് ബാക്കി വെറും മണൽ എന്ന് പറഞ്ഞ് വലിയ തോതിൽ ധാതു മണൽ കയറ്റുമതി ചെയ്തിട്ടുണ്ട് എന്നതിനുണ്ട്.
കർത്തായുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി സാറേ. പിടിച്ചു കൊടുത്തിട്ട് സിയാർ നീലൻ ഇവിടെ കർത്തായുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. അവർ 77 കോടി നഷ്ടത്തിൽ കിടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ടം കൊടുക്കുന്നു, ഞങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നില്ല, ഞങ്ങൾ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഭയങ്കര പൈസ, ഞങ്ങളെ സഹായിക്കണേ. കൃത്യം സഹായം വരികയാണ് സിയാർ. അതാ പറഞ്ഞേ. അല്ല ഞാൻ പറയട്ടെ, അവിടെയാണ് ചതി. വലിയ നഷ്ടത്തിൽ നിൽക്കുന്ന ഒരു കമ്പനി പെട്ടെന്ന് ലാഭത്തിലാവുകയും KMML പോലും റൂട്ടേൽ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ വളരുകയും അവർക്ക് എവിടെ നിന്ന് അതാ ഞാൻ പറഞ്ഞ CMRLന്റെ ബാലൻസ് ഷീറ്റ് ഇപ്പൊ സുരേഷ് പറയുന്ന EDയുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സുകാരുടെ കയ്യിലുണ്ടെങ്കിൽ നോക്കിയാൽ മതി. എവിടെ നിന്ന് CMRLന് ഇൽമനൈറ്റ് കിട്ടി, എവിടെ നിന്ന് എന്നൊറ്റ ചോദ്യം കൊണ്ട് ഈ പ്രശ്നം തീരും. CMRLന് ഭൂമിയുടെ അടിയിൽ നിന്ന് അവർ കുഴിച്ചോ? അവർക്ക് ഖനനാവകാശം ഉണ്ടോ കേരളത്തിൽ? 2003 ഉമ്മൻചാണ്ടി AK ആന്റണി കൊടുത്തു, അതിനൊക്കെ എതിരെ സമരം ചെയ്ത ആളുകളാണ് ഞങ്ങളൊക്കെ. 2004 BM സുധീറിന്റെ സീറ്റ് നഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. 2007 ചങ്ങല പിടിച്ചത് അങ്ങനെയാണ്. വീണ്ടും ഞാനിതൊന്നും ആവർത്തിക്കുന്നില്ല. ഇതൊക്കെ അവിടുന്ന് മണൽ വാരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ അവിടുന്ന് മാറി. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ മണൽ വാരൽ നിർത്തിയത് എന്തുകൊണ്ടാണ് കശ്മീർ? ഇപ്പോ പെട്ടെന്ന് ഡ്രഡ്ജർ കാണാണ്ടായില്ലോ അവിടുന്ന്. ഡ്രഡ്ജറിന്റെ പിക്ചർ ഞങ്ങളുടെ അക്സറിന് അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ഡ്രഡ്ജർ ഇപ്പൊ കാണാനില്ല, നീ പെട്ടെന്ന് നിർത്തിനേ. അപ്പൊ നീ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാത്ത തരത്തിൽ മണൽ വാരി കഴിഞ്ഞോ? പ്രശ്നം വന്നുടനെ നിർത്താണ്. ഇവിടെയാണ് പ്രശ്നം വന്നൊരു കമ്പനി പൂട്ടി. എക്സാലോജിക്ക് എന്തോ ED വരുന്നു, എക്സാലോജിക്ക് പൂട്ടുന്നു. വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി പൂട്ടുന്നു. ലീസ് റദ്ദാക്കാൻ നടപടിയിലേക്ക് പോകുന്നു. തോട്ടപ്പള്ളി സ്പിൽവേയുടെ CR 14-ാം തീയതി വാർത്താ സമ്മേളനം, 18-ാം തീയതി ലീസ് റദ്ദാക്കൽ. പ്രശ്നം അത് ലീസ് റദ്ദാക്കുന്നു. അപ്പൊ പ്രശ്നം ഇതാണ്. ഞാൻ ഈ 2-3 ചോദ്യങ്ങൾക്ക് മതി. ഒന്ന്, CMRLന് അവിടുത്തെ കരിമണൽ കിട്ടി. ഈ അവിടെ ഷട്ടർ തുറക്കുമോ? എത്ര ഷട്ടർ തുറക്കും? വെള്ളം ഇവിടേക്ക് തോട്ടപ്പള്ളിയിലേക്ക് വരണമെങ്കിൽ തോട്ടപ്പള്ളി ഷട്ടർ. മൂന്നാമത്തെ വിഷയമാണ് ഈ പറഞ്ഞതുപോലെ എപ്പോഴാണ് ഇപ്പോ ലീസിന്റെ കാര്യത്തിലേക്ക് വരാനെങ്കിൽ കേരളത്തിൽ ഈ 2015 സ്മാർട്ട് സിറ്റിയുടെ ആ വിവാദം നടക്കുമ്പോഴാണ് ഈ ഒരു ഓർഡർ വരുന്നത്. എന്താ? 81(3) പൊതു താല്പര്യം എന്നത് ഡിഫൈൻ ചെയ്തുകൊണ്ട് ഒരേക്കർ ഭൂമിക്ക് 5 തൊഴിൽ 20 തൊഴിൽ എന്ന അർത്ഥത്തിൽ കൊടുക്കണം എന്നും ഇത്ര നിക്ഷേപം വേണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇപ്പൊ അക്ഷർ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് 300 പേർക്ക് തൊഴിൽ കിട്ടുമെന്ന്. 50 ഏക്കറിന് ഏറ്റവും ചുരുങ്ങിയത് 1000 പേർക്കെങ്കിലും തൊഴിൽ കിട്ടുന്നത്. പിന്നെ എനിക്ക് ചിരി വരുന്നത് 7 മെഗാവാട്ട് സോളാർ വെച്ചാൽ 100 ആൾക്ക് തൊഴിൽ കിട്ടുന്നു. എന്താ നോക്കല? കാക്കയോട്ടല. ഇപ്പോ എത്ര പേര് നമ്മുടെ ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സോളാറിന് വേണ്ടി എത്ര പേര് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒന്ന് കണക്കെടുത്താൽ മതി. 12 മെഗാവാട്ട് ഉണ്ട്, അത് കൂട്ടാൻ പോണത്. 7 മെഗാവാട്ട് ഉണ്ടാക്കിയാൽ 100 പേർക്ക് തൊഴിൽ കിട്ടുന്ന എഴുതി കൊടുക്കുക. എന്തൊക്കെ അടിസ്ഥാനം? മാത്രം ഇതിപ്പോ പ്രശ്നമൊന്നുമല്ല ഹാഷ്മി. ആ സ്ഥലം കിട്ടിയാൽ ഇവരവിടെ മൈൻ ചെയ്യും. കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളും കോവിഡ് കാലത്ത് പോലും പോലീസിനെയും ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് തോട്ടപ്പള്ളിയിൽ നിയമവിരുദ്ധ ഖനനം നടത്താൻ ജനങ്ങളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തൊരു സർക്കാരാണ് ഇവിടെയുള്ളത്. ഇയാളുടെ കയ്യിൽ ഭൂമി കിട്ടിയാൽ അവിടെ ഖനനം ചെയ്താൽ ആര് ചോദിക്കാനുണ്ട്? ഇയാൾക്ക് ഈ ഭൂമി എങ്ങനെയും കിട്ടിയാൽ മതി. എന്ത് പേര് പറഞ്ഞാൽ സർക്കസ് കമ്പനി എന്ന് പറഞ്ഞാലും കിട്ടിയാൽ മതി. സർക്കസ് കമ്പനിയെന്നോ സ്കൂൾ നടത്താനോ കോളേജ് നടത്താനോ എന്ത് പറഞ്ഞ് കിട്ടിയാലും കുഴപ്പമില്ല. കാരണം അയാൾക്ക് ആ ഭൂമിയിൽ കിട്ടിയാൽ ആ ഭൂമിയിൽ കരിമണൽ എടുക്കാനാണ്. അല്ലാണ്ട് 50 ഏക്കർ വേറെ എവിടെയെങ്കിലും കൊടുക്കുക അയാൾക്ക്, പുച്ഛഭൂമി കൊടുത്ത എവിടെയെങ്കിലും. പക്ഷെ ഈ കരിമണലിന്റെ ഭൂമി കൊടുക്കണ്ട, അത് ഖനനം ചെയ്യാനാണ്. ഖനനം ചെയ്യില്ല എന്ന് ഇയാൾ എന്തുറപ്പാ ഉള്ളത്? ഒരുറപ്പുമില്ല. കാരണം എല്ലാ നിയമങ്ങളും ലംഘിച്ച് CMRLന് കരിമണൽ കൊടുക്കാൻ, ഖനനം ചെയ്യാൻ പോലീസിനെ ഉപയോഗിച്ച് കേസെടുത്ത ഒരു സർക്കാരാണ്. എന്നിട്ട് സുപ്രീം കോടതിയിൽ പോയി നുണ പറഞ്ഞ സർക്കാരാണ്. സുപ്രീം കോടതി ഡ്രഡ്ജർ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ സർക്കാരാണ്. മൈനിങ് ഇല്ല എന്ന് പറഞ്ഞ സർക്കാരാണ്. ആ മണൽ CMRLന് കടത്തിക്കൊടുത്ത സർക്കാരാണ്. അപ്പൊ പ്രശ്നം ഹാഷ്മി ഇത് വളരെ ലളിതമാണ്. CPM-കാർ വരാതിരിക്കുന്നത് പാവം അക്സറിന്. ഇപ്പൊ അക്സർ പറയുന്നതിന് CPM-ന് ഉത്തരവാദിത്തമില്ല, CPM പറയുന്നതിന് അക്സറിന് ഉത്തരവാദിത്തമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്നും കുറ്റം പറയില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും. പക്ഷേ ആ കടത്തിനുള്ള കൂലിയാണ് മാസപ്പടി എന്ന് പറയുകയാണ് അതുകൊണ്ട് നിയമസഭയിൽ ഒരു കാര്യം അല്ല, എന്തുകൊണ്ട് നിയമസഭയിൽ അവതരിപ്പിച്ചില്ലേ? മന്ത്രി മറുപടി പറയേണ്ടത് എവിടെയാണ്? മന്ത്രി മറുപടി പറയേണ്ടത് നിയമസഭയിലെ ഫേസ്ബുക്കിലാണോ? എന്ത് കഥ? നിയമസഭയിൽ അങ്ങ് അവതരിപ്പിച്ചാൽ പോരെ? നിയമസഭയിൽ കൂടുതൽ നാടന്റെ വൃത്തികെട്ട പേപ്പറാണ് ഇത്. തെറ്റാണ്. ഇതിന്റെ തന്നെ ഡോക്യുമെന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഫേസ്ബുക്ക് പോസ്റ്റിലല്ലല്ലോ ഇടണ്ടേ. ചീറ്റിപ്പോയി, പടക്കമായി, അതായി ഇതായി. ഇത്തരം ഭാഷ ഹക്സറിനെ തുടങ്ങി വെച്ചത് വലിയ മായികമായ ഒരു ഭാഷയല്ല. അതൊന്നും വേണ്ട. ഡോക്യുമെന്റ് സ്പീക്സ്. ഡോക്യുമെന്റ് ആണ്.
ഇനി നമ്മളെപ്പോഴും കേസ് പറയുന്നതാണ്. ഉണ്ടാവുമെന്ന് കാശ്മീർ ആദ്യം ചോദിച്ചല്ലോ. ഈ പറയുന്ന എന്നോട്. എന്താണ് ഇപ്പം ഈ എനിക്കൊരു പ്രതീക്ഷയില്ല. കരിമണൽ കർത്താടെ കാരണം കയ്യിൽ നിന്ന് 1.25 കോടി രൂപ വാങ്ങിയതിന് സേവനം എന്താന്ന് എന്നൊരു കീറക്കടലാസെങ്കിലും എക്സാലോയ്ക്ക് എഴുതി തീർന്നാൽ തീരാന്ന് ചർച്ചയുള്ളൂ. അതുപോലും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ